Watch India's largest kids library only on Jio Hotstar. Download the app now. ഇതെന്താ സംഭവിച്ചത്? എങ്ങനെയാ സംഭവിച്ചത്? ബോസ് അങ്ങ് കരയുകയാണോ? എന്നാ പറ്റിയ ബാത്ത്? എന്റെ അനിയൻ ജോണിയെ സിഐഡികള് പിടിച്ചുകൊണ്ടു പോയെന്ന്. അവൻ മോഷ്ടിച്ചെടുത്ത സാധനങ്ങളും ആ സിഐഡികള് തൊണ്ട് സഹിതം എടുത്തോണ്ട് പോയെന്ന്. ഇനി എന്റെ അനിയനെ അവൻ മോഷ്ടിച്ച സാധനങ്ങളും ആര് സംരക്ഷിക്കും? ഇത്ര നിസ്സഹായനായി പോയല്ലോ ഈ ജോൺ ദി ഡോൺ. കൊള്ളാം ബോസ് കൊള്ളാം. കരയുമ്പോഴും അങ്ങക്ക് കവിത വരികയാണോ? അല്ലേ നമ്പർ 2? കവിതയുടെ കാര്യമൊക്കെ വിട്, കവിതയുടെ കാര്യം വിടറേ. എന്നിട്ട് എന്റെ അനിയനെ രക്ഷിക്കാനുള്ള വല്ല കാര്യം പറയാ. നമ്മളെയൊക്കെ ഇനി ആര് സഹായിക്കാനാ? ബോസ്, ഫുർഫുറി നഗരത്തിൽ ആകെ 2 പേരേ ഉള്ളൂ എല്ലാവരെയും സഹായിക്കുന്നവര്. അവരോട് സഹായം ചോദിച്ചോളൂ, അവരെന്തും ചെയ്തു തരും. ആരാണ് അവൻ? അവന്റെ പേര് പറയേ. മോത്തു പത്തലു ബാത്ത്, മോത്തു പത്തലു. അവൻ എന്റെ 1-ാം നമ്പർ ശത്രുവല്ലേ? അവൻ എന്നെ എങ്ങനെ സഹായിക്കുന്ന നിങ്ങൾ ഈ പറയുന്നത്? വേറെ എന്തെങ്കിലും ഐഡിയ ഒന്ന് പറഞ്ഞതാ. എന്റെ ഈ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. അവര് 2 പേരും നിഷ്കളങ്കരായതുകൊണ്ട് അവരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും. ഇപ്പൊ കാണിച്ചു തരാം, കേൾക്ക്. 2 പേരും തന്നെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ വരുന്നതായിരിക്കും. ബി റെഡി. ചായക്കടക്കാരൻ ചേട്ടാ, എനിക്കൊരു ചായ വേണം. ഇതാ പിടിച്ചോളൂ. എന്താ അമ്മാവ, എന്താ ഉണ്ടായേ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് അനിയ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ആരും ആരെ സഹായിക്കില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ പോയിക്കോളൂ. ഞാൻ ഇവിടെ കിടന്ന് കരഞ്ഞോട്ടെ. ഇന്നത്തെ കാലത്ത് നല്ല ആൾക്കാരൊന്നും ഇല്ലല്ലോ, മറ്റുള്ളവരെ സഹായിക്കുന്നവര്. എന്റെ അമ്മാവ കണ്ണു തുറന്നൊന്ന് നോക്കൂ. ഞങ്ങള് നല്ല മനുഷ്യരാ, അല്ലേ പത്തലു? എന്റെ മകനെ കുറിച്ച് ഗുണ്ടകള് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അവര് സിഐഡികളാണെന്ന് പറഞ്ഞുകൊണ്ടാ പിടിച്ചുകൊണ്ട് പോയത്, അതും കറുത്ത വേഷത്തിൽ. എവിടെയാണ് ആ ഗുണ്ടയുള്ളത്? ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഞാനുള്ളപ്പോ ഗുണ്ടായുസമോ? അവര് കമാൽപൂരിലേക്കുള്ള ഹൈവേ വഴി പോകുന്നുണ്ട്. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കണ്ട അരിയ. ഈ പാവം കിളവരാണെങ്കിൽ ഒന്ന് നടക്കാൻ കൂടി വയ്യ. അമ്മാവ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി രക്ഷിച്ചുകൊണ്ട് വരാം. വരൂ. അല്ല അനിയന്മാരെ, നിങ്ങൾ എന്റെ മകനെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഇതാ ഈ ഫോട്ടോയും കൂടെ കൊണ്ടുപോയിക്കോളൂ. അവൻ തന്നെ നോക്കൂ, ദേ അതേ മുഖം. യെസ്, വരൂ. റെഡി ഫോർ ആക്ഷൻ. ആരെങ്കിലും എന്നെ പുറത്തേക്കൊന്ന് കൊണ്ടുവരൂ. മോട്ടു ഒച്ച വെക്കുന്നത് നിർത്ത്. നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല. വേഗം കേറി വാ. ഓ സോറി, മോട്ടു എവിടെയാ? മോട്ടു നീ എവിടെയാ? എന്റെ കയ്യിൽ പിടിച്ചോ. പത്തലു, അവിടെ നീ ആരെയാ നോക്കുന്നത്? ഞാൻ ഇവിടെയാ ഉള്ളത്. ഇനി നമുക്ക് നോക്കാലോ ആ കാർ ഇവിടുന്ന് എങ്ങനെ പോകുന്നെന്ന്. വരൂ. വരുന്നുണ്ട്. രക്ഷിക്കണേ. അമ്മാവാ, ദേ നിങ്ങളുടെ മകൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു.
നമ്മുടെ കേബ ജോണി കുട്ട. എടാ അനിയ, ഞാൻ ജോണ നമ്പർ 1ന്റെ തോളത്ത് കയറി ഇരിക്കുന്നത്. അച്ഛാ, എന്റെ അച്ഛാ, ഈ രണ്ട് ധീരന്മാർ എന്നെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി അച്ഛാ. ഇനി നമ്മൾക്ക് എവിടേക്ക് ദൂരെ പോയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് ജീവിക്കാം അച്ഛാ. പോയി കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ജീവിക്കാം. നിന്റെ ആയുസിലെ സകല സമ്പാദ്യങ്ങളും ആ ഗുണ്ടകളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പൂട്ടിയിട്ടിരിക്കുകയല്ലേ. പക്ഷെ എനിക്ക് സന്തോഷമായി നീ രക്ഷപ്പെട്ടല്ലോ. ഇന്നത്തെ കാലത്ത് നല്ല ആൾക്കാര് ജീവിച്ചിരിപ്പുണ്ടല്ലോ. താങ്ക് യു യങ് മാൻ, താങ്ക് യു. അമ്മാവാ, ഞങ്ങൾ നിങ്ങളുടെ മകനുണ്ടാക്കിയ എല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. പറയൂ, അതൊക്കെ എവിടെയാണുള്ളത്? അതൊരു കറുത്ത ബാഗിൽ അടച്ച് ആ ഗുണ്ടകളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിരിക്കുകയാണ്. എവിടെയാണ് അവന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? അവന്റെ അഡ്രസ് ഒന്ന് പറയേ. സ്റ്റാർ ടവറിന്റെ 10ാമത്തെ ഫ്ലോറില്. ഡോണ്ട് വെറി അമ്മാവാ, നിങ്ങളുടെ സാധനങ്ങളുമായി ഞങ്ങൾ ഇപ്പൊ തിരിച്ചു വരാം. അതുവരെ നിങ്ങൾ ചായയും കടിയും കഴിച്ചോണ്ടിരിക്കൂ. ഈ കയർ ഇവിടുന്ന് വന്നു. തീർന്നു. എന്റെ അമ്മോ, എന്റെ പത്തിലു അകത്തേക്ക് പോവാനുള്ള എന്തേലും വഴി ആലോചിക്കൂ. ഐഡിയ, ഒരു വഴിയുണ്ട്. AC-യുടെ പൈപ്പ് വഴി അകത്തേക്ക് പോകാം. വരൂ, വേഗം വരൂ. അതെ, ഈ എലികൾ ഇവിടെ കിടന്ന് എന്ത് ചെയ്യുവോ? ഇത് ചോദിക്കാനായിരിക്കും അവരും നമ്മുടെ പുറകെ വരുന്നത്. നീ മുമ്പോട്ട് നടക്ക്, ഓടിക്കോ. മോട്ടു, ഇതാണ് ആ കാശ് വെച്ചിരിക്കുന്ന ബാഗ്. ഓഹോ, ദൈവം മേൽക്കൂര പൊളിച്ച് സമ്മാനങ്ങൾ തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സമ്മാനം താഴെ തന്നെ ഉണ്ടല്ലോ. മോട്ടു, വേഗം ആ ബാഗ് എടുക്ക്, നമുക്ക് ഇവിടുന്ന് ഓടി പോകാം. അമ്മാവാ, ഇന്ന് നിങ്ങളുടെ മകന്റെ കാശ് വെച്ചിരിക്കുന്ന ബാഗ്. കൊള്ളാമനിയ, നീ എനിക്ക് വേണ്ടി മുകളിൽ നിന്ന് വന്ന ബാലകയാണ്. നിങ്ങൾ ദയാലുവും ഒരു നല്ല മനുഷ്യരും മാത്രമല്ല, ഒരു പ്രതിമാസമാണ്. ശരി, ഞാൻ നിങ്ങൾക്ക് ഇപ്പോ ഈ നല്ല മനുഷ്യനുള്ള ബാഡ്ജ് സമ്മാനമായിട്ട് തരാം. താങ്ക് യു കൂട്ടുകാരെ, താങ്ക്സ് എ ലോട്ട്. പിന്നെ എപ്പോഴെങ്കിൽ കാണാം. ബൈ ബൈ. മോട്ടു വാ, നമുക്കിത് ആദ്യം പോയി ചിങ്കം സാറിനെ കൊണ്ടുപോയി കാണിക്കാം. ചിങ്കം സാറ് കണ്ട വളരെ സന്തോഷിക്കും. ചിങ്കം സാറേ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. എന്ത്? ഓ നോ. ഓക്കെ. നമ്മുടെ കമാൽപൂർ ഹൈവേയില് ഏതോ ഒരു മോട്ടു പത്ലു CIDയുടെ ജീപ്പ് അറ്റാക്ക് ചെയ്ത് ജോണിന്റെ വകയിലൊരു അനിയനെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. എന്നിട്ട് അതേ മോട്ടു പത്ലു CID ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ട് ജോണിന്റെ അനിയൻ അടിച്ചു മാറ്റിയ സാധനങ്ങൾ ഇവര് കൊണ്ടുപോയിരിക്കുന്നു. ആ തടിയനും നീർക്കോളിയും ആരാണ്, അവരെന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എനിക്ക് കണ്ടുപിടിക്കണം. അല്ല, നിങ്ങൾ എന്താ അവിടെ കാണിച്ചോണ്ടിരുന്നത്? അങ്ങനെയൊന്നുമില്ല. മോട്ടു പത്ലു, നിങ്ങൾ എന്തായി ഒളിച്ചു വെച്ചിരിക്കുന്നത്? എന്താണത്? ചിങ്കം സാറേ, ആ മോട്ടവും പത്തലും ഞങ്ങളാണ്. ഞങ്ങള് രണ്ടുപേരെയും ആ ജോൺ വിഡ്ഢികളാക്കി. ഞങ്ങളോട് ക്ഷമിക്കൂന്നേ. ചിങ്കം സാറേ, ഇപ്പൊ നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. പ്ലീസ് ഞങ്ങൾക്കൊരു ശിക്ഷയും തരരുത്. ശരി, എനിക്കറിയാം നിങ്ങൾ രണ്ടാളെയും അവൻ യൂസ് ചെയ്യായിരുന്നുവെന്ന്. ഇനി നിങ്ങൾ രണ്ടാളും അവനോട് പകരം വീട്ടണം. പകരം വീട്ടണം. വാ, എന്താ ഐഡിയ ആയിരുന്നു നിങ്ങളുടെ? നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സാധനവും വന്നു. ഈ ജോൺ തന്നെയായിരിക്കും. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നി. അങ്ങനെയാണ് ഞാൻ ആ പൊട്ടന്മാരെ ശരിക്കും വിഡ്ഢികളായി മാറ്റിയത്. ആ വിഡ്ഢികൾ വീണ്ടും നിങ്ങളെ കഴുതകളാക്കാൻ വേണ്ടി വരികയാണ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? മോട്ടു പത്ലുടെ മണ്ടന്മാരാക്കി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ? കണ്ടോ, നിയമത്തിന്റെ കയ്യ് എപ്പോഴും വളരെ വലുതായിരിക്കും. എന്റെ അമ്മോ, എന്റെ തല കറങ്ങുന്നു.
ഹൈ സമൂസ പൊളിച്ചേ. ഓടിക്കടാ, ഓടിക്ക്. മോട്ടു സമൂസ കഴിക്കുന്നത് നിർത്തേ, അവരിതേ ഓടിപ്പോകുന്നു. എന്റെ ജോണ്, സമൂസ അടിപൊളിയായിരുന്നു കേട്ടോ. ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ തരൂ. നിങ്ങളൊക്കെ ഞങ്ങളെ വിഡ്ഢികളാക്കിയല്ലേ? നിങ്ങളെയൊക്കെ കഴുതകളാക്കി കാണിച്ചു തരാം. ബോസ് ബോസ്, ഒരു കാര്യം ഓർമ്മിച്ചോളൂ, നമുക്ക് ആരെ വേണമെങ്കിലും വിഡ്ഢികളാക്കാൻ പറ്റും, പക്ഷേ മോട്ടു പത്ലുവിനെ ആക്കാൻ പറ്റില്ല. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും ശരിക്കും നല്ല മനുഷ്യർ തന്നെയാണ്. വി ആർ പ്രൗഡ് ഓഫ് യു. Watch India's largest kids library only on Jio Hotstar. Download the app now.